കല്യാണം കഴിഞ്ഞ് ഏകദേശം 4 വർഷത്തിൽ കൂടുതൽ ഞങ്ങൾ താമസിച്ചിരുന്നത് കൽപ്പാത്തിയിലായിരുന്നു. അഗ്രഹാരങ്ങൾക്ക് നടുവിലൊക്കെയുള്ളൊരു ഫ്ലാറ്റിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ നിന്ന് നാട്ടിലേക്ക് പോകുന്ന ശേഷം പത്തനംതിട്ടയിലേക്ക് വന്ന ശേഷം നമുക്ക് മിസ് ചെയ്ത ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. കൊണ്ടാട്ടങ്ങൾ, വറ്റലുകൾ, അരിപ്പപ്പടം, അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെയും കിട്ടുന്ന ഷോപ്പുകൾ കാണും. പക്ഷേ ഞാൻ അടുത്തെവിടെയുള്ള ഷോപ്പുകളിലൊന്നും ഇങ്ങനെ ഇതുപോലത്തെ കൊണ്ടാട്ടങ്ങളും വറ്റലുകളും ഇടുന്ന ഷോപ്പുകൾ കണ്ടിട്ടില്ല. ചില ഷോപ്പുകളിൽ കിട്ടുമായിരിക്കാം. അങ്ങനെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയ സമയത്താണ് ആകസ്മികമായ ഒരു കടയുടെ മുമ്പിൽ വണ്ടി നിർത്തിയപ്പോൾ ഒരു മാമി ഇതൊക്കെ വിൽക്കുന്നത് കണ്ടത്. ആ ഷോപ്പിൻ്റെ പേര് സത്യത്തിൽ അന്നേരം ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പക്ഷേ അതിൽ അവിടെ കിട്ടിയ ഒരു പാക്കറ്റിൻ്റെ മുകളിൽ എഴുതിയിരുന്നത് വിഘ്നേശ്വര ഫുഡ് പ്രൊഡക്ട്സ് വെസ്റ്റ് ഫോർട്ട് TVM എന്നാണ് കണ്ടത്. അപ്പം അത് തന്നെയാണ് അതിൻ്റെ പേരെന്ന് കരുതുന്നു. മാമി തന്നെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് കപ്പ പപ്പടം, വളരെ ടേസ്റ്റി ആയിട്ട് സ്നാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റാവുന്നൊരു പപ്പടമാണിത്. പിന്നെ അരിപ്പപ്പടം നമുക്കറിയാമല്ലോ, എണ്ണയ്ക്കകത്ത് ഇട്ട് കഴിയുമ്പോഴത്തേന് വളരെ വലുപ്പത്തിൽ ചെയ്യുന്നുണ്ട്. ഇത് ചവര് വെച്ച് ചെയ്തിട്ടുള്ള ഒരു അങ്ങനെ അരി കൊണ്ടുണ്ടാക്കിയത് കൊണ്ടാട്ടങ്ങൾ. അങ്ങനെ കൊണ്ടാട്ടം വറ്റലുകൾ ഒരുപാട് വെറൈറ്റി ഓഫ് സാധനങ്ങളുണ്ടായിരുന്നു അവിടെ. ഞാൻ കുറച്ച് സാധനങ്ങൾ എനിക്ക് ഇഷ്ടമുള്ള, കുറച്ച് മിസ് ചെയ്യുന്ന, നമ്മുടെ കുട്ടികൾ കഴിച്ചിരിക്കണം, അല്ലെങ്കിൽ ഇതാണ് അരിപ്പപ്പടമേ. അരിപ്പപ്പടം കുറച്ച് വലുപ്പമുള്ളതാണ്. കുറച്ചേറെ എണ്ണയിലിട്ട് ചെയ്യണം നമ്മൾ. കാരണം നമ്മൾ വിചാരിക്കുന്നതിനും കൂടുതൽ വലുപ്പം ഇതിന് വരും. ഇത് കപ്പപ്പപ്പടമാണ്, സ്പൈസസ് ഒക്കെ ചേർത്തുണ്ടാക്കിയാണ്. ഇതാണ് ആ ഷോപ്പിൻ്റെ പേര്. എനിക്ക് തോന്നുന്നു ഇത് തന്നെ ആയിരിക്കണം, ഈ ഷോപ്പ് തന്നെ ആയിരിക്കണം ഇത്. ഇത് ഓരോന്നും എണ്ണയിൽ വറുത്ത് കോരി എടുത്തിട്ട് നമുക്ക് സ്നാക്സായിട്ടും ചോറിൻ്റെ കൂടെയും അല്ലാതെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പം ഞങ്ങളിതൊക്കെ കൽപ്പാത്തിയിലെ താമസിക്കുന്ന സമയത്ത് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. എസ്പെഷ്യലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനത്തെ സാധനങ്ങൾ. അപ്പം പെട്ടെന്നൊരു സ്ഥലത്ത് ഇതെല്ലാം കണ്ടപ്പോൾ എൻ്റെ കുട്ടികളോടുകൂടി ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അവർക്ക് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഓർമ്മ കാണില്ല ഇത് കഴിച്ചത്. ഒരു പ്രാവശ്യം ഞങ്ങളിതുപോലെ കൽപ്പാത്തി ഞങ്ങളവിടെ നിന്ന് വന്നതിന് ശേഷം 10 വർഷത്തിന് ശേഷം ഞങ്ങൾ കൽപ്പാത്തി ഒരു വിസിറ്റ് നടത്തിയിരുന്നു. അന്നേരം ഞങ്ങൾ ഇതുപോലത്തെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിരുന്നു. അപ്പം എന്നാലും ഒരുപാട് നാളായി വീണ്ടും കഴിച്ചിട്ട്. അപ്പം ഇത് വീണ്ടും വാങ്ങാനും കുട്ടികളിലൊക്കെ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനും, കൽപ്പാത്തി താമസിച്ചതിൻ്റെ ഓർമ്മകൾ, കൽപ്പാത്തി തേരിൻ്റെ ഓർമ്മകൾ. വളരെ മനോഹരമായൊരു കാലമായിരുന്നു അവിടെ ജീവിച്ച കാലമേ. അവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകൾ, സാധനങ്ങൾ, അവിടുത്തെ ഐശ്വര്യ മെസ്സ്, സിന്ധു കൂൾബാറിലെ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഗ്രേപ്പ് ജ്യൂസ്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ പാലക്കാടുകാർക്കും അവിടെയുള്ളവർക്കും പറയുമ്പം മനസ്സിലാവും. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം, വളരെ പ്രിയപ്പെട്ടൊരു സ്ഥലം. എസ്പെഷ്യലി ഞങ്ങളുടെ വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിലായതുകൊണ്ട് തന്നെ വളരെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് ഞങ്ങൾക്ക് കൽപ്പാത്തി. ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വളരെ വെക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് സ്ഥലത്ത് താമസിക്കുന്നു ആ സ്ഥലവുമായിട്ട് സമയത്ത് ഒരുപാട് ഫുഡ് ഓർമ്മകൾ കാണുമല്ലോ, ഭക്ഷണത്തിൻ്റെ ഓർമ്മകൾ കാണും. അതിൽ പെട്ടതാണ് ഇത്.